ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ വികസനം എത്തിയിട്ടില്ല എന്ന് ഷൊർണൂർ നിയോജക മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ്. എത്തേണ്ട വികസനം എത്തിയിട്ടില്ല എന്നും ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായും പൈതൃകമുള്ള ഷൊർണൂരിൽ നിരവധി സാധ്യതകൾ ഉണ്ടെന്നും ഇതൊന്നും ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നും ഷൊർണൂർ നിയോജക മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ് പറഞ്ഞു. IT പാർക്ക് പോലെയുള്ള സംരംഭങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണ് ഷൊർണൂർ. പക്ഷേ ഇത്തരം സാധ്യതകളൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇല്ല. ഷൊർണൂരിൻ്റെ ഈ പറയുന്ന ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ പോലും വേണ്ടത്ര ക്യാപ്പ് ചെയ്യാനോ അത് ഉപയോഗിക്കാനോ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടായിട്ടില്ല. റെയിൽവേ വികസനത്തിന് പോലും സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും നിലമ്പൂർ നഞ്ചൻപാത വരെ ഉപേക്ഷിച്ച സർക്കാരാണ് ഇടതുപക്ഷമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ നിലയിലേക്ക് ഷൊർണൂരിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ നിലമ്പൂർ നഞ്ചങ്കോട് പാത. അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ 2016-2017 റെയിൽവേ നോട്ട്ബുക്കിൽ 6000 കോടി രൂപ നീക്കി വെച്ചിട്ടുള്ളതാണ്. അതിന് DPR തയ്യാറാക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ അന്നത്തെ കേരള സർക്കാർ 2 കോടി രൂപ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് DPR തയ്യാറാക്കുന്നതിന് വേണ്ടി നീക്കി വെച്ചു. ഇടതുപക്ഷത്തിന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള ഒരു കാര്യം ഈ DPRന്റെ നടപടിയിൽ നിന്ന് പുറകോട്ട് പോവുകയും ഈ 2 കോടി രൂപ അഡ്വാൻസ് പേയ്മെന്റ് പിൻവലിക്കുകയും പകരം മലബാറിലെ സമാന്തരപാത എന്ന് പറയുന്ന പുതിയൊരു ആശയത്തിനെ ഡൈവേർട്ട് ചെയ്തു. അതുകൊണ്ട് നിലമ്പൂർ നഞ്ചങ്കോട് പാത അവിടെ നിന്നുപോയി. ദീർഘദൂര ട്രെയിനുകൾ ഷൊർണൂരിൽ ഇപ്പോഴും നിർത്തുന്നില്ല എന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ ഷൊർണൂരിൽ ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കണമെന്നും ഇതിനായി സർക്കാരോ ജനപ്രതിനിധികളോ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനൊരു ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷനാക്കി കൺവേർട്ട് ചെയ്യണം. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷനിൽ ദീർഘദൂര ട്രെയിനുകൾ ഷൊർണൂരിൽ നിർത്തുന്നില്ല. അവർ ബൈപ്പാസ് ചെയ്ത് പോവുക ചെയ്യുന്നു ഷൊർണൂർ സ്റ്റേഷൻ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ആൾക്കാണെങ്കിൽ ഷൊർണൂർ ഇറങ്ങാൻ പറ്റില്ല, തൃശ്ശൂർ പോയി ഇറങ്ങുക അല്ലെങ്കിൽ പാലക്കാട് പോയിട്ട് ഇറങ്ങുകയോ ചെയ്യണം. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഷൊർണൂരിൽ ഒരു ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുക എന്നുള്ളതാണ് പദ്ധതി. അപ്പോൾ എല്ലാ ട്രെയിനുകൾക്കും ഷൊർണൂരിൽ സ്റ്റേഷൻ ഉണ്ടാവുന്നത് പോലെ, ഷൊർണൂരിൽ നിന്ന് എല്ലായിടത്തേക്കും കണക്ടിവിറ്റി ഉണ്ടാവുന്നത് പോലെ തെക്കൻ കേരളത്തേക്കും വടക്കൻ കേരളത്തേക്കും ഉള്ള ഒരു പോയിന്റ് ആയിട്ട് ഷൊർണൂർ മാറും. ഈ ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നോ ഷൊർണൂർ മണ്ഡലത്തിലെ സാമാജികരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഇത് ശരിക്കും ഷൊർണൂരിന്റെ മുഖം മാറ്റി മറിക്കുന്ന ഒരു പദ്ധതിയാണ്. റെയിൽവേ ഭൂമിയിൽ റെയിൽവേ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാനും ഷൊർണൂരിൽ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റെയിൽവേ മെഡിക്കൽ കോളേജ്. നമുക്ക് ഷൊർണൂരിൽ ഈ ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ പരിമിതിയുള്ള ഒരു സ്ഥലമാണ്. അത്യാധുനിക ചികിത്സ കിട്ടുന്ന ഒരു നല്ല ആശുപത്രി, കിടത്തി ചികിത്സയ്ക്കുള്ള നല്ലൊരു ആശുപത്രി ഷൊർണൂരില്ല. ആളുകൾക്ക് അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റപ്പാലത്തേക്കോ പാലക്കാട്ടേക്കോ തൃശ്ശൂരിലേക്കോ പോകേണ്ട അവസ്ഥയുള്ളത്. ഇത് പരിഹരിക്കാൻ റെയിൽവേയുടെ കയ്യിൽ ധാരാളം ഭൂമിയുണ്ട്. ആ റെയിൽവേയുടെ കയ്യിലുള്ള ഭൂമിയിൽ റെയിൽവേയുടെ തന്നെ നേതൃത്വത്തിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള റെയിൽവേ മെഡിക്കൽ കോളേജ് പല സംസ്ഥാനങ്ങളിലും അത് നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അതിന് വേണ്ടിയിട്ട് കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ റെയിൽവേ കൊണ്ട് നമുക്കത് ചെയ്യിക്കാൻ സാധിക്കും. അത് ഒരേ സമയം ഷൊർണൂരിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അതേ സമയത്ത് ഷൊർണൂരിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്തിനും മുതൽക്കൂട്ടാവുന്നൊരു പദ്ധതിയാണ്.